ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് മുന്നത്തെ ക്ലാസ് വരെ നമ്മൾ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, അതുപോലെ മരുപ്രദേശം, ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം, തീരസമതലം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി, ഇത്തരത്തിലുള്ള ഭൂവിഭാഗങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ്വീപുകൾ എന്ന് പറയുന്ന ഭൂപ്രകൃതി വിഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ്വീപുകൾ എന്ന് പറയുമ്പോൾ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുമാണ് ഇന്ത്യൻ യൂണിയനിലെ ദ്വീപുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിലെ ദ്വീപുകൾ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശം കൂടിയായിട്ടുള്ള ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുമാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അറബിക്കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ് കാണപ്പെടുന്നത്. ലക്ഷദ്വീപ് അറബിക്കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ലക്ഷദ്വീപിലേക്ക് വരാം. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ദ്വീപാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിൽ ഏകദേശം ആകെ 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിൽ കാണപ്പെടുന്നത്. ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ 36 ദ്വീപുകളാണ് കാണപ്പെടുന്നത്. അതിനകത്ത് 10 എണ്ണം മാത്രമേ ജനവാസമുള്ള ദ്വീപുകളായിട്ട് ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കവരത്തിയാണ്. ഈ പറയുന്ന കവരത്തി എന്ന് പറയുന്നത് ജനവാസ യോഗ്യമായിട്ടുള്ള ഒരു ദ്വീപാണ് കവരത്തി എന്ന് പറയുന്നത്. 1964 മുൻപായിട്ട് ഈ പറയുന്ന ലക്ഷദ്വീപിന്റെ ഭരണശിലാ കേന്ദ്രം എന്ന് പറയുന്നത് കോഴിക്കോടായിരുന്നു. 1964 മുൻപ് വരെ കോഴിക്കോടായിരുന്നു ഭരണ കേന്ദ്രം എന്ന് പറയുന്നത്. പക്ഷേ 1964 ശേഷം ലക്ഷദ്വീപിന്റെ ഭരണ കേന്ദ്രവും അതുപോലെ തലസ്ഥാനവും കവരത്തി എന്ന് പറയുന്ന ലക്ഷദ്വീപിലെ തന്നെ ഒരു പ്രദേശത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇനി ലക്ഷദ്വീപ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പവിഴപ്പുറ്റുകൾ കൂടുതലായി കാണപ്പെടുന്ന ഒരു ദ്വീപാണ്. അതുകൊണ്ട് തന്നെ പവിഴദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദ്വീപാണ് ലക്ഷദ്വീപ്. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിനെ പവിഴദ്വീപ് എന്നാണ് വിശേഷിപ്പിക്കാറ്. അതുപോലെ കാലാവസ്ഥയുടെ പ്രത്യേകതയാൽ ട്രോപ്പിക്കൽ പാരഡൈസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു ദ്വീപ് കൂടിയാണ് ലക്ഷദ്വീപ്. ട്രോപ്പിക്കൽ പാരഡൈസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദ്വീപാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ ഒരേ ഒരു വിമാനത്താവളം ഉണ്ട്. അതാണ് അഗത്തി വിമാനത്താവളം. അഗത്തി എന്ന് പറയുന്ന പ്രദേശത്താണ് ലക്ഷദ്വീപിലെ ഒരേ ഒരു വിമാനത്താവളം കാണപ്പെടുന്നത്. ഇനി ലക്ഷദ്വീപിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് 36 ദ്വീപുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് ആന്ത്രോത്ത് എന്ന് പറയുന്ന ദ്വീപാണ്. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ബിത്ര ദ്വീപാണ്. ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് ആന്ത്രോത്ത്, ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ബിത്ര ദ്വീപാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടുതലുള്ള ദ്വീപ് എന്ന് പറയുന്നത് കവരത്തിയാണ്. തലസ്ഥാന നഗരമായിട്ടുള്ള കവരത്തിയാണ്. ഏറ്റവും കുറവുള്ളതും ഏറ്റവും ചെറുതുമായിട്ടുള്ള ദ്വീപാണ് ബിദ്ര എന്ന് പറയുന്നത്. ബിദ്ര എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ദ്വീപാണ്. അതുപോലെ തന്നെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ദ്വീപുമാണ് ബിദ്ര ദ്വീപ് എന്ന് പറയുന്നത്. ഇനി ലക്ഷദ്വീപിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിന്റെ ഏറ്റവും തെക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് മിനിക്കോയി എന്ന് പറയുന്നത്. ലക്ഷദ്വീപിന്റെ ഏറ്റവും തെക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് മിനിക്കോയി എന്ന് പറയുന്നത്. ഈ മിനിക്കോയും മാലിദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചാനലുണ്ട്. അതിന് പറയുന്ന പേരാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പറഞ്ഞു തുടങ്ങിയ സമയത്ത് അതിർത്തികളും അതിരുകളും എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയെയും മാലിദ്വീപ്സിനെയും. മാലിദ്വീപ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യമാണ് മാലിദ്വീപ്സ് എന്ന് പറയുന്നത്. കടലതിർത്തി പങ്കിടുന്ന സമുദ്രാതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് മാലിദ്വീപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും മാലിദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലിന് പറയുന്ന പേരാണ് 8 ഡിഗ്രി ചാനൽ എന്ന് നമ്മൾ അവിടെ പറഞ്ഞു. അപ്പോൾ എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപിലെ മിനിക്കോയി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തെക്കു ഭാഗമായിട്ടുള്ള മിനിക്കോയി എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ മിനിക്കോയിയെ മാലിദ്വീപ്സുമായിട്ട് വേർതിരിക്കുന്ന ചാനലാണ് യഥാർത്ഥത്തിൽ 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. സ്പെസിഫൈഡ് ആയിട്ട് പറയുവാണെങ്കിൽ മിനിക്കോയി മാലിദ്വീപ്സുമായിട്ട് വേർതിരിക്കുന്ന ചാനലാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഈ ലക്ഷദ്വീപിൽ നിന്ന് കുറച്ച് മാറിയാണ് മിനിക്കോയി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലക്ഷദ്വീപിന്റെ തെക്കായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മിനിക്കോയി. പക്ഷേ ലക്ഷദ്വീപും മിനിക്കോയും തമ്മിൽ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവയെ തമ്മിൽ വേർതിരിക്കുന്ന ലക്ഷദ്വീപിനെ മിനിക്കോയുമായിട്ട് വേർതിരിക്കുന്ന ചാനലാണ് 9 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ലക്ഷദ്വീപിനെ മിനിക്കോയുമായിട്ട് വേർതിരിക്കുന്നതാണ് 9 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലയാളം, മഹൽ, ജസ്ത്രി എന്നീ ഭാഷകളാണ് ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത്. ലക്ഷദ്വീപിന്റെ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി എന്ന് പറയുന്നത് കേരള ഹൈക്കോടതി തന്നെയാണ്. കൊച്ചി ആസ്ഥാനമാക്കിയുള്ള കേരള ഹൈക്കോടതി തന്നെയാണ് ലക്ഷദ്വീപിന്റെയും കോടതി എന്ന് പറയുന്നത്. ലക്ഷദ്വീപ് എന്ന് പറയുന്ന പേരിലേക്ക് മാറിയത് 1971 നവംബർ 1-നാണ് ആ ഒരു പേരിലേക്ക് മാറിയത്. പിടി പക്ഷി സങ്കേതം, പിറ്റി പക്ഷി സങ്കേതം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണെന്ന് പറയാൻ പറ്റും. ഇതാണ് ലക്ഷദ്വീപിനെ പറ്റിയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് അടുത്തൊരു ദ്വീപ സമൂഹമായിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലേക്ക് വരാം. അപ്പോൾ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ആദ്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. നിലവിൽ അതല്ല ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. നിലവിൽ ലഡാക്കാണ്. അപ്പോൾ ലഡാക്ക് വന്നതോടുകൂടി ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള സ്ഥാനം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ്. അപ്പോൾ പോർട്ട് ബ്ലെയർ ആണ് തലസ്ഥാനം എന്ന് പറയുന്നത്.
ലക്ഷദ്വീപില് ലക്ഷദ്വീപിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന് ഒരുപാട് ദ്വീപുകളുണ്ട്. അതായത് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം 36 ദ്വീപുകളെ ഉള്ളായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 572 ദ്വീപുകൾ ചേർന്നിട്ടാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ 36 മുതൽ 37 ദ്വീപുകൾ വരെ ജനവാസ യോഗ്യമായിട്ടുള്ള ദ്വീപുകളുണ്ട് എന്ന് പറയാൻ പറ്റും. ഉൾക്കടൽ ദ്വീപുകൾ, അതുപോലെ തന്നെ മരതക ദ്വീപുകൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം എന്നറിയപ്പെടുന്നത്. ഉൾക്കടൽ ദ്വീപുകൾ, അതുപോലെ തന്നെ മരതക ദ്വീപുകൾ എന്നീ പേരുകളിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഇനി ഈ പറയുന്ന ആൻഡമാനെ നമുക്ക് 4 ഏരിയാസ് ആയിട്ട് എന്ത് ചെയ്യാം, തരംതിരിക്കാം. നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ അതിനകത്ത് ഈ പോർട്ട് ബ്ലെയർ ഒക്കെ കാണപ്പെടുന്നത്, വിമാനത്താവളം ഒക്കെ കാണപ്പെടുന്നത് സൗത്ത് ആൻഡമാനിലാണ്. എന്നാൽ ലിറ്റിൽ ആൻഡമാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും കൂടി വേർതിരിക്കുന്ന ഒരു പാസേജ് ഉണ്ട്. ആ പാസേജിന് പറയുന്ന പേരാണ് ഡെങ്കൻ പാസേജ് എന്ന് പറയുന്നത്. അതായത് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്ന പാസേജിന് പറയുന്ന പേരാണ് ഡെങ്കൻ പാസേജ് എന്ന് പറയുന്നത്. ഇനി ആൻഡമാനെ നിക്കോബാർ ദ്വീപസമൂഹവുമായിട്ട് വേർതിരിക്കുന്ന ചാനലിന് പറയുന്ന പേരാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ 8 ഡിഗ്രി ചാനൽ ഉണ്ട്, 9 ഡിഗ്രി ചാനൽ ഉണ്ട്. 10 ഡിഗ്രി ചാനൽ എന്ന് വെച്ചാൽ എന്താണ്, ആൻഡമാൻ ദ്വീപസമൂഹത്തെ നിക്കോബാറുമായിട്ട് വേർതിരിക്കുന്ന ചാനലിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിർത്തിക്ക് പറയുന്ന പേരാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയ പാർക്കുകളുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏക വലിയ സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ എന്ന് പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നിർജീവമായിട്ടുള്ള അഗ്നിപർവ്വതമായിട്ടുള്ള നാർക്കോണ്ടം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ്. സജീവമായിട്ടുള്ള അഗ്നിപർവ്വതമായിട്ടുള്ള ബാരനും നിർജീവ അഗ്നിപർവ്വതമായിട്ടുള്ള നാർക്കോണ്ടം എന്നിവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആൻഡമാനിലെ ഉയരം കൂടിയ കൊടുമുടികളെ വിളിക്കുന്ന പേരാണ് സാഡിൽ പീക്ക് എന്നാണ് വിളിക്കുന്നത്. ഉയരം കൂടിയ കൊടുമുടികളെ വിളിക്കുന്ന പേരാണ് സാഡിൽ പീക്ക് എന്നാണ് വിളിക്കുന്നത്. ഇനി ആൻഡമാനെ സംബന്ധിച്ചിടത്തോളം ജരാവ, സെന്റിനൽ, ഗ്രേറ്റ് ആൻഡമാനീസ് തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം ആണ് നമ്മുടെ ഇന്ത്യൻ യൂണിയനിലെ ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇത് കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദ്വീപുകളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയി. അതായത് ഉത്തരപർവ്വത മേഖലയെ പറ്റി പറഞ്ഞു, ഉത്തര മഹാസമതലമുണ്ട്, മരുപ്രദേശത്തെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ മരുസ്ഥലി ബാഹർ പ്രദേശത്തെ പറ്റി പറഞ്ഞു, ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം, തീരസമതലം, അതുപോലെ ദ്വീപുകൾ. ഇതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗം. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗം മുഴുവനും നമ്മൾ നോക്കിക്കഴിഞ്ഞു.